ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ്കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു അവൽ പായസമാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ഷമീസ്കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ അവൽ പായസം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ഒരു കടായിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. പശുവിൻ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൻ്റെ അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. നമുക്കിപ്പോൾ കുറച്ച് മതിയെങ്കിൽ വളരെ കുറച്ച് ചേർത്താൽ മതിയാവും. കുറച്ചുകൂടി കൂടുതൽ നെയ്യ് ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കൂടുതൽ ചേർക്കാവുന്നേ ഉള്ളൂ. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ചൂട് നെയ്യിലേക്ക് നമ്മുടെ അണ്ടിപ്പരിപ്പും ബദാമും കുറച്ച് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കാം. നല്ല രീതിയിൽ കളറ് മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് കളറ് മാറിയിട്ട് വന്നാൽ മതിയാവും. നമ്മൾ ഇതുപോലെ ഈ അണ്ടിപ്പരിപ്പെല്ലാം റോസ്റ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് റോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്രിസ്പിനെസ് ആയിട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറത്തുള്ള കളറ് മാത്രം മാറിയിട്ട് അകം അത്ര ക്രിസ്പാവില്ല. അതിൻ്റെ പേരിലാണ്. ചെറിയ രീതിയിൽ ഇതുപോലെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിൽ ഇതെല്ലാം വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേ ചൂട് നെയ്യിലേക്ക് തന്നെ ഒരു 1/2 കപ്പ് അളവിൽ ഞാനിപ്പോൾ അവലെടുത്തിട്ടുണ്ട്. അവലിപ്പോൾ ഏത് കളറിൽ അവലെടുത്താലും കുഴപ്പമൊന്നുമില്ല. വെള്ള അവലായാലും അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള അവലായാലും ഏതായാലും മതിയാവും. അപ്പോൾ 1/2 കപ്പ് അളവിലാണ് നമ്മളിപ്പോൾ അവലെടുത്തിട്ടുള്ളത്. അത് ഇതിൽ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. അവലൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാൽ മതിയാവും. ഒരുപാട് ഫ്ലെയിമൊന്നും വെക്കരുത്. ഈ സമയത്ത് നമ്മളിപ്പോൾ വളരെ കുറച്ച് മാത്രമേ അവൽ പായസം തയ്യാറാക്കുന്നുള്ളൂ. 1 മിനിറ്റ് നമുക്ക് നല്ലതുപോലെ നെയ്യിലിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് നമ്മൾ നല്ലതുപോലെ വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും തന്നെ മതിയാവും. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 ലിറ്റർ അളവിൽ പശുവിൻ പാൽ കൂടിയാണ്. നമ്മളിപ്പോൾ വളരെ കുറച്ചായതിൻ്റെ പേരിലാണ് 1/2 ലിറ്റർ അളവിൽ പാൽ ചേർക്കുന്നത്. പാൽ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് തിളക്കാൻ വേണ്ടി വെക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ തിളപ്പിക്കണം. അത്രയും സമയം കൊണ്ട് നമ്മുടെ ഈ അവലൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഇനിയിപ്പോൾ കട്ടി അവലാണെന്നുണ്ടെങ്കിൽ നമ്മളിത് വേകുന്നത് വരെയും ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചുകൊണ്ടേ ഇരിക്കണം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. എങ്കിൽ പിന്നെ ഈ പാലൊക്കെ പെട്ടെന്ന് വറ്റിപ്പോയിട്ട് നമ്മുടെ അവല് വേകാതെ കിട്ടും. അതിൻ്റെ പേരിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ അവലൊക്കെ നന്നായിട്ട് വെന്തിട്ട് വന്നിട്ടുണ്ട്. നല്ല കട്ടിയായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഒരുപാട് കട്ടിയായിട്ട് വന്നിട്ടുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അവലൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 100 ഗ്രാം അളവിലാണ് ശർക്കര പാനി എടുത്തിട്ടുള്ളത്. അതായത് 100 ഗ്രാം ശർക്കര എടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തിളപ്പിച്ചിട്ട് അരിച്ചെടുത്ത ശർക്കര പാനിയാണിത്. അപ്പോൾ കല്ലുണ്ടെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര പാനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മാത്രം മധുരം മതിയെങ്കിൽ വളരെ കുറച്ച് ചേർക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നല്ലതുപോലെ ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ചേർക്കാവുന്നേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല കറക്റ്റ് അളവിലാണ് നമുക്ക് ഈ മധുരം കിട്ടുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പായസത്തിൻ്റെ കളറൊക്കെ നല്ലതുപോലെ മാറിയിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടിച്ചതും കൂടിയാണ്. അപ്പോൾ നല്ലൊരു ഏലക്കയുടെ ഫ്ലേവറും കൂടെ കിട്ടും. അപ്പോൾ നമ്മൾ ഏലക്ക പൊടിയുടെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ഇത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് കണ്ടു നോക്കണം. ശർക്കര പാനി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമ്മളിത് തിളപ്പിക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഇതിപ്പോൾ നല്ല രീതിയിലൊന്ന് ചൂടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. നന്നായിട്ട് ചെറിയ ചെറിയ കുമ്മിള പോലെയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്ക് ഫൈനലി ഇതിലേക്ക് വേണ്ടത് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ
സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അവൽ പായസം ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. നിങ്ങൾക്കിത് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് മറക്കാതെ അറിയിക്കുകയും വേണം. എന്നാൽ ശരി, വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.